Next topic, elementary continuous time signal. First എന്ന് പറയുന്നത് real exponential signal. The continuous time real exponential signal is of the form x of t equal to a e raised to alpha t. അപ്പം real exponential signal represent ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ x of t equal to a e raised to alpha t, where a and alpha are real values. അതിൽ എ എന്ന് പറയുന്നത് ആംപ്ലിറ്റ്യൂഡ് ഓഫ് ദ എക്സ്പോണൻഷ്യൽ സിഗ്നലും ആൽഫ എന്ന് പറയുന്നത് 0 ആവാം, അല്ലെങ്കിൽ പോസിറ്റീവ് ക്വാണ്ടിറ്റിയോ അല്ലെന്നുണ്ടെങ്കിൽ ഒരു നെഗറ്റീവ് ക്വാണ്ടിറ്റി ആവും. എക്സ്പോണൻഷ്യൽ സിഗ്നലിന് ഒരു എക്സാമ്പിൾ ആണ് എക്സ് ഓഫ് ടി ഈക്വൽ ടു 2 ഇ റേസ് ടു മൈനസ് ടി, അല്ലെന്നുണ്ടെങ്കിൽ എക്സ് ഓഫ് ടി ഈക്വൽ ടു 4 ഇ റേസ് ടു 3t. ഇനി ഇതിൽ തന്നെ രണ്ട് കേസുണ്ട്, ആൽഫ പോസിറ്റീവ് ആകുന്നതും അതുപോലെ തന്നെ ആൽഫ നെഗറ്റീവ് ആകുന്നതും. ഇഫ് ആൽഫ ഈസ് പോസിറ്റീവ് ദെൻ ഇറ്റ് ഈസ് കോൾഡ് ഗ്രോയിങ് ഫംഗ്ഷൻ. അപ്പം ആൽഫ എന്ന് പറയുന്നത് പോസിറ്റീവ് ആണെന്നുണ്ടെങ്കിൽ അതിന് ഗ്രോയിങ് എക്സ്പോണൻഷ്യൽ എന്നാണ് പറയുന്നത്. ഇതാണ് ആൽഫ പോസിറ്റീവ് ആകുമ്പോൾ ഉള്ള ഗ്രാഫ്. അതുപോലെ തന്നെ ഇഫ് ആൽഫ ഈസ് നെഗറ്റീവ് ദെൻ എക്സ് ഓഫ് ടി ഈസ് കോൾഡ് ഡീക്കേയിങ് എക്സ്പോണൻഷ്യൽ. നെക്സ്റ്റ് എലമെൻ്ററി സിഗ്നൽ എന്ന് പറയുന്നത് കോംപ്ലക്സ് എക്സ്പോണൻഷ്യൽ സിഗ്നൽ. The continuous time complex exponential is of the form x of t equal to b e raised to bt. അപ്പം ഒരു കണ്ടിന്യൂസ് ടൈം കോംപ്ലക്സ് എക്സ്പോണൻഷ്യലിനെ റെപ്രസെൻ്റ് ചെയ്യുന്നതെന്ന് വെച്ചാൽ എക്സ് ഓഫ് ടി ഈക്വൽ ടു ബി ഇ റേസ് ടു ബി ടി, വെയർ ക്യാപിറ്റൽ ബി ഓർ സ്മോൾ ബി ഓർ ബോത്ത് ആർ കോംപ്ലക്സ്. ഒന്നുകിൽ ഏതെങ്കിലും ഒരു ബി കോംപ്ലക്സ് ആവാം, അല്ലെന്നുണ്ടെങ്കിൽ രണ്ടും കോംപ്ലക്സ് ആവാം. നമുക്ക് യൂലേഴ്സ് റിലേഷൻ വെച്ച് കോംപ്ലക്സ് എക്സ്പോണൻഷ്യൽ സിഗ്നലിന് നമുക്ക് സിനുസോയിഡൽ സിഗ്നലിൻ്റെ ടേംസിൽ എഴുതാൻ പറ്റും. അപ്പോൾ ഇ റേസ് ടു ജെ ഒമേഗ ടി എന്ന് പറയുന്നത് കോസ് ഒമേഗ ടി പ്ലസ് ജെ സൈൻ ഒമേഗ ടി ആണ്. അത് ഫസ്റ്റ് ഇക്വേഷനായിട്ട് കൺസിഡർ ചെയ്യും. അത് കഴിഞ്ഞ് ഇ റേസ് ടു മൈനസ് ജെ ഒമേഗ ടി എന്ന് പറയുന്നത് കോസ് ഒമേഗ ടി മൈനസ് ജെ സൈൻ ഒമേഗ ടി. അത് സെക്കൻഡ് ഇക്വേഷൻ. അത് കഴിഞ്ഞ് ഫസ്റ്റ് ഇക്വേഷൻ പ്ലസ് സെക്കൻഡ് ഇക്വേഷൻ, രണ്ട് ഇക്വേഷൻ തമ്മിൽ ആഡ് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് 2 cos omega t എന്ന് പറയുന്നത് ഈക്വൽ ടു ഇ റേസ് ടു ജെ ഒമേഗ ടി പ്ലസ് ഇ റേസ് ടു മൈനസ് ജെ ഒമേഗ ടി എന്ന് കിട്ടും. അവിടെ നിന്ന് കോസ് ഒമേഗ ടി എന്ന് പറയുന്നത് ഇ റേസ് ടു ജെ ഒമേഗ ടി പ്ലസ് ഇ റേസ് ടു മൈനസ് ജെ ഒമേഗ ടി ബൈ 2 എന്ന് കിട്ടും. അടുത്തതെന്ന് വെച്ചാൽ ഇക്വേഷൻ 1 മൈനസ് ഇക്വേഷൻ 2. അപ്പം രണ്ട് ഇക്വേഷൻ കൂടെ സബ്സ്ട്രാക്ട് ചെയ്യുമ്പോൾ നമുക്ക് 2j സൈൻ ഒമേഗ ടി എന്ന് പറയുന്നത് ഇ റേസ് ടു ജെ ഒമേഗ ടി പ്ലസ് ഇ റേസ് ടു മൈനസ് ജെ ഒമേഗ ടി എന്ന് കിട്ടും. അവിടുന്ന് സൈൻ ഒമേഗ ടി എന്ന് പറയുന്നത് ഇ റേസ് ടു ജെ ഒമേഗ ടി പ്ലസ് ഇ റേസ് ടു മൈനസ് ജെ ഒമേഗ ടി ബൈ 2j എന്ന് കിട്ടും. തേർഡ് സിഗ്നൽ എന്ന് പറയുന്നത് സിനുസോയിഡൽ സിഗ്നൽ. ഒരു കണ്ടിന്യൂസ് ടൈം സിനുസോയിഡൽ സിഗ്നലിനെ നമുക്ക് രണ്ട് രീതിയിൽ എക്സ്പ്രസ് ചെയ്യാം. ഫസ്റ്റ് എന്ന് പറയുന്നത് എക്സ് ഓഫ് ടി ഈക്വൽ ടു എ സൈൻ ഒമേഗ 0 ടി പ്ലസ് 5, അല്ലെന്നുണ്ടെങ്കിൽ എക്സ് ഓഫ് ടി ഈക്വൽ ടു എ കോസ് ഒമേഗ 0 ടി പ്ലസ് 5, വേർ എ എന്ന് പറയുന്നത് ആംപ്ലിറ്റ്യൂഡ്, ഒമേഗ 0 എന്ന് പറയുന്നത് ആംഗുലർ ഫ്രീക്വൻസി ഇൻ റേഡിയൻസ് പെർ സെക്കൻഡ്, 5 എന്ന് പറയുന്നത് ഫേസ് ആംഗിൾ ഇൻ റേഡിയൻ. അപ്പോൾ നമുക്ക് എ കോസ് ഒമേഗ 0 ടി പ്ലസ് 5 നമുക്ക് എ റിയൽ പാർട്ട് ഓഫ് ഇ റേസ് ടു ജെ ഒമേഗ 0 ടി പ്ലസ് 5 എന്നും റെപ്രസെൻറ്റ് ചെയ്യാം. എ സൈൻ ഒമേഗ 0 ടി നമുക്ക് എ ഇമാജിനറി പാർട്ട് ഓഫ് ഇ റേസ് ടു ജെ ഒമേഗ 0 ടി പ്ലസ് 5 എന്ന് റെപ്രസെൻറ്റ് ചെയ്യാം. നെക്സ്റ്റ് സിഗ്നൽ എന്ന് പറയുന്നത് യൂണിറ്റ് ഇമ്പൾസ് സിഗ്നൽ. യൂണിറ്റ് ഇമ്പൾസ് സിഗ്നലിൻ്റെ വേറൊരു പേരാണ് ഡിറക് ഡെൽറ്റ ഫംഗ്ഷൻ. ഇപ്പോൾ ഇമ്പൾസ് സിഗ്നലിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നത് ഡെൽ ഓഫ് ടി ഈസ് ഈക്വൽ ടു 1 വെൻ ടി ഈസ് ഈക്വൽ ടു 0 ആൻഡ് 0 വെൻ ടി നോട്ട് ഈക്വൽ ടു 0. ടി 0 ആവുന്ന കേസിൽ ഡെൽ ഓഫ് ടി എന്ന് പറയുന്ന 1 ആയിരിക്കും. ടി നോട്ട് ഈക്വൽ ടു 0 ആവുന്ന കേസിൽ ഡെൽ ഓഫ് ടി എന്ന് പറയുന്നത് 0 ആയിരിക്കും. ദെൻ ഇൻ്റഗ്രൽ മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി ഡെൽ ഓഫ് ടി ഡി ടി എന്ന് പറയുന്നത് എപ്പോഴും 1 ആയിരിക്കും. ഇതാണ് ഒരു യൂണിറ്റ് ഇമ്പൾസ് സിഗ്നലിൻ്റെ റെപ്രസെൻറ്റേഷൻ. ഇതാണ് യൂണിറ്റ് ഇമ്പൾസ് സിഗ്നലിൻ്റെ ഒരു എക്സാമ്പിൾ. ഇവിടെ നമ്മൾ ഏരിയ കാൽക്കുലേറ്റ് ചെയ്യുമ്പോഴത്തേക്കും 1/t ഇൻറ്റു ടി എന്ന് കിട്ടും. ടി ക്യാൻസൽ ആകുമ്പോഴത്തേക്കും 1 എന്ന് കിട്ടും. ഇമ്പൾസ് സിഗ്നലിൻ്റെ കൂടെ തന്നെ വരുന്നതാണ് പ്രോപ്പർട്ടീസ് ഓഫ് യൂണിറ്റ് ഇമ്പൾസ് സിഗ്നൽ. അതിനകത്ത് ഫസ്റ്റ് വൺ എന്താന്ന് വെച്ചാൽ ഇമ്പൾസ് ഫംഗ്ഷൻ ഈസ് ആൻ ഈവൻ ഫംഗ്ഷൻ ഓഫ് ടൈം. ഡെൽ ഓഫ് മൈനസ് ടി എന്ന് പറയുന്നതും ഡെൽ ഓഫ് ടിക്ക് ഈക്വൽ ആയി.
ഡെൽ ഓഫ് ടി എന്ന് പറയുന്നത് 1 t not equal to 0 ആൻഡ് 0 when t not equal to 0. ഡെൽ ഓഫ് മൈനസ് ടി എന്ന് പറയുന്നതും 1 when t is equal to 0 ആൻഡ് 0 when t not equal to 0. അപ്പോൾ ഇവിടെ ഡെൽ ഓഫ് ടി എന്ന് പറയുന്നതും ഡെൽ ഓഫ് മൈനസ് ടി എന്ന് പറയുന്നതും ഈക്വൽ ആണ്. അതുകൊണ്ട് ഇമ്പൾസ് ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഒരു ഈവൻ ഫംഗ്ഷൻ ഓഫ് ടൈം ആണ്. നെക്സ്റ്റ് പ്രോപ്പർട്ടി ഇൻ്റഗ്രൽ മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി എക്സ് ഓഫ് ടി ഡെൽ ഓഫ് ടി ഡി ടി എന്ന് പറയുന്നത് എക്സ് ഓഫ് സീറോയ്ക്ക് ഈക്വൽ ആണ്. നെക്സ്റ്റ് ഇൻ്റഗ്രൽ മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി എക്സ് ഓഫ് ടി ഇൻറ്റു ഡെൽ ഓഫ് ടി മൈനസ് ടി സീറോ ഡി ടി എന്ന് പറയുന്നത് എക്സ് ഓഫ് ടി സീറോ ആയിരിക്കും. ഫോർത്ത് പ്രോപ്പർട്ടി ഡെൽ ഓഫ് എ ടി എന്ന് പറയുന്നത് 1 മോഡുലസ് ഓഫ് എ ഡെൽ ഓഫ് ടി. ഫിഫ്ത്ത് വൺ എക്സ് ഓഫ് ടി ഇൻറ്റു ഡെൽ ഓഫ് ടി എന്ന് പറയുന്നത് എക്സ് ഓഫ് സീറോ ആണ്. ലാസ്റ്റ് പ്രോപ്പർട്ടി എക്സ് ഓഫ് ടി ഇൻറ്റു ഡെൽ ഓഫ് ടി മൈനസ് ടി സീറോ എന്ന് പറയുന്നത് എക്സ് ഓഫ് ടി സീറോയ്ക്ക് ഈക്വൽ ആണ്. ഇത്രയാണ് ഇമ്പൾസ് ഫംഗ്ഷൻ്റെ യൂണിറ്റ് ഇമ്പൾസ് ഫംഗ്ഷൻ്റെ പ്രോപ്പർട്ടീസ്.